ഹലോ. എന്താണ് സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ അവേക്കനിങ്? ഇതൊക്കെ വളരെ ഫെമിലിയറായ വേർഡ്സാണ്, ഫെമിലിയറായ കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി പുതിയതായി ഒന്നും പറയാനുള്ള അത്ര വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കില്ല. ഞാനും നിങ്ങളെപ്പോലെ പഠിച്ചു വരുന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും ഒരുപാട് വായിക്കുകയും വീഡിയോസ് കാണുകയും ചെയ്തതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലായെങ്കിലും നമുക്ക് സാധാരണ ആളുകൾക്ക് ഇങ്ങനൊരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്പിരിച്വൽ ജേണി എങ്ങനെയാണെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതായിരിക്കാം, എൻ്റെ അറിവ് അത്രയും എത്താത്തതായിരിക്കാം. ഈ സ്പിരിച്വൽ ജേണി എങ്ങനെയാണെന്നുള്ളത് പലയിടത്തും അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം, ഓരോ അവസ്ഥയിലൂടെ പോകുന്നവർക്ക് ഓരോന്നായിരിക്കാം. പക്ഷേ അതിനെല്ലാത്തിനും കൂടെ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഔട്ട്കം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അത് ഏകദേശം എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുന്നത് ഒരു 6 വർഷം മുന്നെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു അവസ്ഥയിൽ എനിക്ക് എന്താണോ സംഭവിക്കുന്നതെന്നോ ഞാൻ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നതെന്നോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ബുക്കുകളും പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിലെ കുറേ വീഡിയോസൊക്കെയാണ് എനിക്കൊരു ഗൈഡൻസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. കുറേ കണ്ടു, ഭ്രാന്തമായി തന്നെ അന്വേഷിച്ചു എന്താണിതെന്ന്. ചില ചാനലിലൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ ആ ചാനലിൽ വീഡിയോസ് ഒന്നും കാണാറില്ല. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ പറയില്ലേ, ഭക്ഷണം കിട്ടാത്തവന് ഭക്ഷണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തവന് വെള്ളം കിട്ടുമ്പോൾ ഒരു ആർത്തി ഉണ്ടായിരുന്നു. അതുപോലെയായിരുന്നു ആ ചാനലിൽ ഓരോ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം അത്രത്തോളം ഇതെന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ത്വര. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെയാണ് എനിക്കൊരു സുഹൃത്തിനെ കിട്ടുന്നതും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒന്നിച്ചാണ് ഞങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പം ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, അങ്ങനെ തന്നെയാണോ സംഭവിക്കുക, അല്ലെങ്കിൽ ഇതിലൂടെയാണോ കടന്നു പോകുന്നത്, അങ്ങനെ കുറേ 100,000 കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം പങ്കുവയ്ക്കും തോറും എന്താ പറയുക, ഞങ്ങളുടെ ബന്ധത്തിലും ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, കുഴപ്പമില്ല. കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാനിത് ഡെയിലി എൻ്റെ എക്സ്പീരിയൻസിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ്. ഞങ്ങളോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പും ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഒഫീഷ്യലി വലിയ ഗ്രൂപ്പൊന്നുമല്ല, ഞങ്ങളുടെ ചുറ്റിനുള്ള കുറച്ച് ആളുകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പ്. അപ്പം ഈ സ്പിരിച്വൽ അവേക്കനിങ് എൻ്റെ അറിവിൽ സംഭവിക്കുക ഒന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ തലയിലൊരു ബൾബ് കത്തുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പെട്ടെന്ന്. അതിന് നമ്മുടെ പാസ്റ്റ് ലൈഫുമായിട്ടും നമ്മുടെ അങ്ങനെ പല കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടായിരിക്കാം നമുക്കങ്ങനെ സ്പോണ്ടേനിയസ് അവേക്കനിങ് സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്പോണ്ടേനിയസ് അവേക്കനിങ് അല്ലായിരുന്നു. ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മളെന്താ പറയുക, ഒരു ജാറിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് നമ്മളിങ്ങനെ മിക്സിയിൽ നമ്മളെന്തോ പൊടിക്കാനിടൂലേ, അതേപോലെ ഇട്ട് കറക്കി പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു നിവർന്ന നിപ്പുണ്ട്. ആ നിപ്പിലാണ് എനിക്ക് സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചത്. ഈ സ്പിരിച്വൽ ജേണിയിൽ നമുക്ക് ഒരുപാട് മാനസികമായി നമ്മളെ ചോദ്യം ചെയ്യുന്ന, നമ്മൾ സ്വയം നമ്മളെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ ഈഗോ, ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തു കളയാൻ വേണ്ടി വരുന്ന ഒരുപാട് സ്കൂളിലൊക്കെ ഉള്ളതുപോലെ ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും. അങ്ങനെ എന്താ പറയുക, ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഈ 6 വർഷത്തിലൂടെ കടന്നുപോയത്. ഈ 6 വർഷവും ഒരിക്കൽ പോലും ഇത് വേണ്ടായിരുന്നു, ഇതൊന്നും അറിയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. അറിയാനുള്ള ആഗ്രഹം കൂടിയിട്ടേ ഉള്ളൂ. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും തോറും നമുക്ക് മനസ്സിലാവും ഈ പ്രപഞ്ചം എത്രത്തോളം വിശാലമാണ്, എത്രത്തോളം നമ്മളെ ഈ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രപഞ്ചവും നമ്മളുമായിട്ടൊരു അലൈൻമെൻറ്റിൽ വരികയാണ് എന്ന് തന്നെയാണ് അർത്ഥം. നമ്മളതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, പക്ഷേ അതിലേക്ക് ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മളിപ്പം ഒരു പോലീസ് ടെസ്റ്റ് എഴുതി നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളതിനെ കൂടുതൽ എലിജിബിൾ ആക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് അവേക്കനിങ് സംഭവിച്ചു, അങ്ങനെ വെറുതെ ഇരിക്കുകയല്ല. പിന്നീട് നമുക്ക് നമ്മളെ മാനസികമായും
ശാരീരികമായും ഒക്കെ പലതരത്തിൽ ഈ പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കുകയും നമുക്ക് എന്താ പറയുക ഓരോ ടാസ്ക് തന്ന് നമ്മളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നമ്മളാക്കി മാറ്റുകയും ചെയ്യും. എനിക്ക് തന്നെ നല്ലോണം അറിയാം. 5 വർഷം 6 വർഷം മുന്നേയുള്ള ഞാനിങ്ങനെ അല്ലായിരുന്നു, എൻ്റെ കാഴ്ചപ്പാടുകളും ഇങ്ങനെയല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.